കണ്ണൂരിലെ IIT-ക്കകത്ത് വലിയ സംഘർഷം വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായിരിക്കുകയാണ്. SFIയും KSUവും തമ്മിലാണ് സംഘർഷം. അത് ITIയിലാണ് ഈ പ്രശ്നം ഉണ്ടായത്. അവിടെ പോലീസ് ലാത്തി വീശുകയും വിദ്യാർത്ഥികളെ അടിക്കുകയും ചെയ്തു. സുനിൽ ഐസക് തുടർന്നു. സുനിൽ, എന്താണ് ഈ സംഘർഷത്തിന്റെ അടിസ്ഥാന കാരണം? ഈ സംഘടനാ പ്രവർത്തനത്തിൽ ജനാധിപത്യം അംഗീകരിക്കില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകളെ സമ്മതിക്കില്ല പോലെയുള്ള പ്രശ്നങ്ങളാണോ അതിന്റെ മൗലിക കാരണം? അതാണോ? നോക്കൂ, ഒരു KSU പ്രവർത്തകനെ ക്രൂരമായി അധ്യാപകരുടെ മുമ്പിൽ വെച്ച് അടിച്ചു വീഴ്ത്തി നിലത്തിട്ട് ചവിട്ടുകയായിരുന്നു. ഞങ്ങളിതിന് ദൃക്സാക്ഷികളാണ്. ആ കുട്ടിയെ ഇപ്പോ ഒടുവിൽ പോലീസ് പോലുമല്ല, പുറത്തുനിന്നുള്ള KSU പ്രവർത്തകരെത്തി ആ കുട്ടിയെ എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന രംഗമാണ്. ആ കുട്ടിയെ എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചുറ്റും നിന്ന് SFI പ്രവർത്തകർ കൈയടിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഏറ്റവും സങ്കടകരമായ, ഏറ്റവും ദുഃഖകരമായ ഒരു കാഴ്ച കൂടിയാണ് നമ്മൾ ഈ ITIയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രമേൽ വലിയ തോതിലുള്ള ആ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇപ്പോഴും തൂക്കി വിളിച്ച് SFI പ്രവർത്തകർ ഇവിടെ നിന്ന് ആവുകയാണ്. അതായത് പോലീസ് ഒരു കുട്ടികളെ അവിടെ നിന്ന്, ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു, കുട്ടികളെ പോലീസ് അവിടെ നിന്ന് പുറത്തേക്ക് കുറെ കുട്ടികളെ പുറത്തേക്കും കുറെ കുട്ടികളെ ഉള്ളിലേക്ക് കയറ്റിയിരുന്നു. ആ ഉള്ളിലേക്ക് കയറ്റിയ കുട്ടികൾ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു KSUവിന്റെ പ്രവർത്തകൻ അവിടെ ഉണ്ടായിരുന്നു. ആ പ്രവർത്തകനെ അധ്യാപകരുടെ മുന്നിലിട്ട് ചവിട്ടി വീഴ്ത്തുകയാണ് ചെയ്തത്. ഞാൻ അതിന്റെ ദൃശ്യം പകർത്താൻ ശ്രമിക്കുമ്പോൾ ഒരു അധ്യാപിക, ആ ദൃശ്യം ഞാൻ അയച്ചിട്ടുണ്ട്, ആ ദൃശ്യം പകർത്താൻ ശ്രമിക്കുമ്പോൾ ഒരു അധ്യാപിക കൈകൊണ്ട് തടഞ്ഞ് ദൃശ്യങ്ങൾ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് എന്നെ മാറ്റി വിടുകയായിരുന്നു. ഏതാണ്ട് ഒരു 10 മിനിറ്റോളം ആ കുട്ടി അടികൊണ്ട് മർദ്ദനമേറ്റ് അവശനായി ഈ കോളേജ് ക്യാമ്പസിന്റെ തിണ്ണയിൽ കിടക്കുന്ന സാഹചര്യമുണ്ടായി. ഒടുവിൽ ആ കുട്ടിയെ കൊണ്ട് ഇപ്പോ ആശുപത്രിയിലേക്ക് പോകുന്നത് ഇപ്പോഴാണ്. ആ കുട്ടി അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആർത്ത് കൈകൊട്ടി ചിരിക്കുന്ന കൂക്കി വിളിക്കുന്ന സാഹചര്യമാണ് ഇവിടെ ഉണ്ടാവുന്നത്. നമുക്ക് ഇവിടെ ഇന്ന്